ഈ കാലഘട്ടത്തിലെ കോൺഗ്രസിന്റെ യുവ നേതാവും ശക്തനും കരുത്തനുമായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇന്ന് സോഷ്യൽ മീഡിയകളിൽ അലയടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശബ്ദമാണ് രാഹുൽ രാജിവെക്കുക, രാഹുൽ രാജിവെക്കുക. എന്തിനാണ് രാഹുൽ രാജിവെക്കേണ്ടത്? രാഹുലിനെ കുറിച്ച് പരാതി ഉണ്ടെങ്കിൽ അവർ നേരിട്ട് വന്ന് നിയമവ്യവസ്ഥതയുള്ള ഈ ഭാരതത്തിൽ അവർ പരാതി നൽകട്ടെ, എഴുതി കൊടുക്കട്ടെ, ഇരകൾ ആരെന്നവർ വ്യക്തമാക്കട്ടെ. അല്ലാതെ സോഷ്യൽ മീഡിയയിൽ വന്നു നിന്ന് അതുവിധം വിളിച്ചു പറഞ്ഞിട്ടോ വിളമ്പിയിട്ടോ മാത്രം രാഹുലിന്റെ മേലെ ഒരു നടപടിക്ക് ഒരുങ്ങുന്ന കോൺഗ്രസ് നേതൃത്വത്തിന് ബുദ്ധി കെട്ടുപോയി എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. കാരണം ഇന്ന് സ്ത്രീ പുരുഷ സമത്വത്തിന് വേണ്ടി വാദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ. സ്ത്രീക്കും പുരുഷനും സമത്വം വേണമെന്നാണ് വാദിക്കുന്നതും വാദം പറയുന്നതും. എന്നാൽ ഇന്ന് സ്ത്രീക്ക് നീതി കിട്ടണം, പുരുഷന് നീതി കിട്ടണ്ട എന്ന് പറയുന്നതാണോ സ്ത്രീ പുരുഷ സമത്വം? എനിക്ക് 3 മക്കളുണ്ട്, 2 ആണും 1 പെണ്ണുമാണ്. ഞാൻ പറയുകയാണ്, എന്റെ പെണ്ണിന് മാത്രം നീതി കിട്ടണം, എന്റെ ആണിന് നീതി കിട്ടണ്ട, ആൺമക്കൾക്ക് നീതി കിട്ടണ്ട എന്ന് പറഞ്ഞാൽ അത് സ്ത്രീ പുരുഷ സമത്വമാകുമോ? ഇല്ല. എന്നെ പോലെ തന്നെയാണ് രാഹുലിന്റെ അമ്മയും. അവരൊരു സ്ത്രീയാണ്, അവരൊരു അമ്മയാണ്. എനിക്ക് രാഹുലിനെയും വ്യക്തിപരമായിട്ട് അറിയത്തില്ല, അവരുടെ അമ്മയെയും ആരെയും അറിയത്തില്ലെങ്കിലും ഞാൻ സംസാരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇന്ന് ഉദിച്ചുയർന്നു വന്ന് ഇന്ന് ഈ കേരളത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന എല്ലാ അനീതിക്കെതിരെയും ശബ്ദം ഉയർത്തിക്കൊണ്ടിരുന്ന ഒരു നേതാവായിരുന്നു രാഹുൽ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പം പാർട്ടിയുടെ ഒരു ഇതുണ്ട്, ഇപ്പൊ ഒരു ജനപ്രതിനിധിയായിട്ട് നിൽക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു കേസൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് രാജിവെച്ച് പോവുക എന്ന് പറയുന്നത് പാർട്ടിയുടെ ഒരു തീരുമാനമായിട്ട് വന്നു കഴിയുമ്പോൾ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? പാർട്ടിക്ക് തീരുമാനിക്കാം. പാർട്ടി ആരുടെ അടുത്ത് പോയിട്ടാണ് തലകുനിച്ച് നിൽക്കുന്നത്? ഇപ്പം വേറെ പാർട്ടിയിലേക്ക് നോക്കുവാണെങ്കിൽ മുകേഷിന്റെ കേസ് എടുത്ത് നോക്കുവാണെങ്കിൽ അത് ഒരുപാട് തെളിഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ പാർട്ടിയിൽ നിന്ന് പറഞ്ഞത് രാജിവെക്കേണ്ട, പാർട്ടിയുടെ തീരുമാനം രാജിവെക്കേണ്ട എന്നാ. അപ്പൊ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? കോൺഗ്രസ് പാർട്ടിക്ക് ധാർമ്മികപരമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് രാഹുൽ രാജിവെച്ചു എന്നാണ് ഞങ്ങൾ ഈ ടിവിയിൽ നിന്നൊക്കെ കേട്ടത്. ധാർമ്മിക ഉത്തരവാദിത്വം അവൻ ഏറ്റെടുത്തു, അവൻ രാജിവെച്ചു എന്ന് പറയുന്നു. പക്ഷേ അവന്റെ മേൽ അത് അടിച്ചേൽപ്പിക്കപ്പെട്ടതാണോ രാജി എന്ന് അറിയില്ല. കാരണം ഉമ്മൻചാണ്ടിയുടെ വലിയ ഒരു കഥ നമ്മുടെ മുമ്പിൽ കിടപ്പുണ്ട്. ഓക്കെ, ഈ പെണ്ണുങ്ങളെ കരുവാക്കി ഉമ്മൻചാണ്ടിക്കെതിരെയും ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ ഉമ്മൻചാണ്ടി രാജിവെക്കണമെന്ന് പറഞ്ഞു. പക്ഷെ സത്യം ലാസ്റ്റ് തെളിയുകയും ചെയ്തു. പക്ഷേ ഉമ്മൻചാണ്ടിയുടെ ആ ഒരു കാര്യത്തിൽ അങ്ങനൊരു സംഭവം നടന്നിട്ടേ ഇല്ല. അത് മൊത്തം കഥകളായിരുന്നു, കെട്ടിച്ചമഞ്ഞ കള്ളക്കഥകളായിരുന്നു ഇതെല്ലാം. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിൽ 1-2 കഥകൾ വന്നിട്ടുണ്ടല്ലോ നിലവിൽ. ഇപ്പം പ്രൂവായ കേസുകളുണ്ട്, പക്ഷെ പരാതി കൊടുത്തിട്ടില്ല. അപ്പോൾ ആ പരാതി കൊടുക്കാത്തതിനെ കുറിച്ച് മമ്മിക്ക് എന്താ പറയാനുള്ളത്? അതിനെക്കുറിച്ച് ഉമ്മൻചാണ്ടിക്ക് ഈ കേരളത്തില് ഒരു സംരക്ഷണം കൊടുക്കാന് പാർട്ടിക്കോ സഹയാത്രികർക്കോ നേതാക്കന്മാർക്കോ സാധിച്ചിട്ടില്ല. സ്വന്തമായിട്ട് ഉമ്മൻചാണ്ടി അതിനോട് കരുത്ത് കാട്ടി എതിർത്ത് നിന്ന കാര്യങ്ങളും തിരുവനന്തപുരത്ത് നടന്ന അവരുടെ പ്രതിഷേധങ്ങളും എല്ലാം നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. ഞാൻ ഈ യൂട്യൂബിനകത്ത് നിന്ന് തന്നെ കാണാൻ ഒരു പാല ന്യൂസ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി, ആരോന്നൊന്നും എനിക്ക് അറിയില്ല, ആ മനുഷ്യൻ ചോദിക്കുന്നു, ആ ഉമ്മൻചാണ്ടി എത്ര മഹത് വ്യക്തിയായിരുന്നു എന്ന് അറിഞ്ഞത് അയാളുടെ മരണശേഷമാണെന്ന്. കാരണം തിരുവനന്തപുരം തൊട്ട് ഉമ്മൻചാണ്ടിയുടെ സ്ഥലം ഏതാ? ഉമ്മൻചാണ്ടിയുടെ സ്ഥലം പുതുപ്പള്ളി. ഈ പുതുപ്പള്ളിയിലേക്കുള്ള ആ വിലാപ യാത്രയിൽ 4 ദിവസം സമയമെടുത്തു എന്ന് പറയുന്നു. ഈ 4 ദിവസം സമയമെടുക്കാനുള്ള ഒരു ജനങ്ങളുടെ ഒരു പങ്കാളിത്തം അവിടെ ഉണ്ടായത് കൊണ്ടാണ് താമസിച്ചത്. ജനങ്ങളെ ആദരാഞ്ജലികൾ അർപ്പിക്കാനും അവസാനമായി ഒരു നോക്ക് കാണുവാനും ഒക്കെ തിങ്ങിക്കൂടി. ഇത് എങ്ങനെയെങ്കിലും പിണറായി സർക്കാരിന് നേരത്തെ ഇതറിയാമായിരുന്നുവെങ്കിൽ അവര്
പ്ലെയിനിൽ ഈ ഉമ്മൻചാണ്ടിയുടെ ശരീരം പള്ളിയുടെ മുറ്റത്തിറക്കിയാനെന്ന് ആ പാലാ ന്യൂസുകാരൻ പറയുന്നത് കേട്ടപ്പോൾ ചിന്തിച്ചു പോയി. അത് സത്യമാകാമായിരുന്നു. അങ്ങനെ ഒരു അറിയിപ്പ് കിട്ടിയിരുന്നെങ്കിൽ ആ വ്യക്തിയെ ഇപ്പം ഉമ്മൻചാണ്ടിയെ സഹായിച്ചു എന്ന് വരുത്തുകയും ചെയ്യാം, പ്ലെയിനിൽ കൊണ്ടുവന്ന് പള്ളിമുറ്റത്ത് ഇറക്കുകയും ചെയ്യായിരുന്നു. ഇത്രയും ജനം കാണാതെ ഇരിക്കുമല്ലോ. അങ്ങനെ ഈ ഉമ്മൻചാണ്ടിയുടെ വളരെ വ്യക്തമായ ചരിത്രം കേരള സമൂഹത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ, ഒരാളെ കല്ലെറിയുമ്പോൾ അതിന്റെ അപ്പുറവും ഇപ്പുറവും ചിന്തിച്ചിട്ട് വേണം. ഏത് നേതാവാണെങ്കിലും വി.ഡി. സതീശനായിരിക്കാം, അല്ലെങ്കിൽ ചെന്നിത്തലയായിരിക്കാം, പിന്നെ കെ.സി. വേണുഗോപാല്, ആരുമായിക്കൊള്ളട്ടെ, അവർക്ക് തീരുമാനിക്കാം. അപ്പം ഇതെന്താണ് എന്ന വ്യക്തിപരമായിട്ട് തീരുമാനം വരട്ടെ. ഈ രാഹുല് പീഡിപ്പിച്ചു എന്ന് പറയുന്ന ഒരു കേസ് ഇങ്ങനെ കേൾക്കുന്ന എന്താ, ആ വ്യക്തിയെ കുറിച്ച് പറഞ്ഞിട്ടില്ല, ആ സ്ത്രീ ആരാണെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല. കൊച്ചുണ്ടായിരുന്നെന്നും അതിനെ അബോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു എന്നൊക്കെ ഇങ്ങനെ ഈ മീഡിയയിൽ കണ്ടതേ മാത്രമേ ഉള്ളൂ. നേതാക്കന്മാർക്ക് അറിയാവോ ഈ ഇരയെന്ന് എനിക്കറിയില്ല. അവർക്കറിയാമായിരുന്നെങ്കിൽ അവർ നേരത്തെ തന്നെ ഇതിനെക്കുറിച്ച് തീരുമാനമെടുക്കണമായിരുന്നു. ഇപ്പോൾ ഈ വീണ്ടും ഒരു ഇലക്ഷൻ സമീപിച്ചപ്പം 3.5 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ഈ കഥയെക്കുറിച്ച് ഇപ്പോഴാണോ കൊണ്ടുവരുന്നത്? ഒരു കേസുണ്ടായെങ്കിൽ, ഒരു പീഡനമാണ് അവിടെ നടന്നതെങ്കിൽ തന്നെ ഉടനെ തന്നെ അതിന് കേസ് കൊടുക്കണം. കേസ് കൊടുക്കണം. ആ കൊച്ചിനെ അബോർട്ട് ചെയ്തോ, കൊച്ചു ജീവിച്ചിരിക്കുന്നുവോ എന്നൊന്നും അറിയത്തില്ല. ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ DNA ടെസ്റ്റ് ചെയ്യണം. രാഹുലിന്റേതാണെങ്കിൽ തിരിച്ചറിയണം, അവനെ ശിക്ഷിക്കണം. അല്ല, രാഹുലിന്റെ ആണെന്ന് രാഹുൽ സമ്മതിച്ചിട്ടുണ്ടല്ലോ. നമ്മൾ കേട്ട വോയിസ് റെക്കോർഡിനകത്ത് രാഹുൽ പറയുന്നുണ്ടല്ലോ, ആ കൊച്ചങ്ങനെ അപ്പനില്ലാതെ ജീവിക്കുന്ന, അതിനെ നോക്കിക്കൊള്ളാവുന്ന രീതിയിലുള്ള ഒരുപാട് വോയിസ് നോട്ടുകൾ കേട്ടായിരുന്നു. പക്ഷെ ഞാൻ കറക്റ്റായിട്ടെല്ലാം ഓർക്കുന്നില്ല. ഞാൻ അപ്പനെങ്കിൽ ഞാൻ അതിന്റെ ബാധ്യത ഏറ്റെടുത്തോളാന്ന് പറഞ്ഞു. അവനെ ആ ബാധ്യത ഏൽപ്പിച്ചു കൊടുക്കുമല്ലോ ഈ പാർട്ടിക്കാർ ചെയ്യേണ്ടത്. അല്ലാതെ ഈ 3.5 വർഷത്തിന് ശേഷം അടുത്ത ഇലക്ഷന് ഇവിടെ മാസങ്ങൾ മാത്രം ശേഷിക്കുമ്പോൾ ഇങ്ങനെ അവനെ കരിവാരിത്തേക്കാനായിട്ടാണോ നോക്കുന്നത്? ആ കുടുംബത്തെ മുഴുവൻ നശിപ്പിക്കാനായിട്ടാണോ നോക്കുന്നത്? ഉമ്മൻചാണ്ടിയുടെ കുടുംബം അന്ന് അനുഭവിച്ച വേദന ആർക്കും മനസ്സിലാക്കാൻ പോലും പറ്റാത്ത വിധത്തിലായിരുന്നു. ഈ നേതാക്കന്മാരൊക്കെ എവിടെ പോയിരിക്കുകയായിരുന്നു? ആ കേസൊന്നും അന്നേരം തന്നെ തെളിയിച്ചു കൊടുക്കണ്ടായിരുന്നോ? ഏതൊരു പൊട്ട കുഞ്ഞുങ്ങൾക്ക് വരെ അറിയായിരുന്നു ഉമ്മൻചാണ്ടി സരിതയെ പീഡിപ്പിക്കാൻ പോവുകയല്ലെന്നുള്ളത്. എടാ, ഞാൻ അന്നും ഓർത്തു, ദൈവമേ, ഇത് ആരെങ്കിലും ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ, ആരെങ്കിലും ഒന്ന്. ഇന്നിപ്പം ഇങ്ങനെ ഒരു മാധ്യമം ഉള്ളതുകൊണ്ടാണ് നീ എന്നോട് ചോദിച്ചു ഞാൻ ഇങ്ങനെ പറയുന്നത്. അന്ന് എനിക്ക് പറയാൻ അറിയാമെങ്കിലും പറയാനുള്ള വേദി എവിടെയാ? ആ ഉമ്മൻചാണ്ടിയെ വിശുദ്ധനായ മനുഷ്യനായിരുന്നു. ആ മനുഷ്യനെ ഈ വിധത്തിൽ പിച്ചി ചിന്തിയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ന് കേരളത്തിലുള്ളത്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ കുറ്റം പറയാനായിട്ട് ഞാനിത് ഉപയോഗിക്കുന്നില്ല. കാരണം ഒരു വ്യക്തിക്ക് നേരിട്ടാലേ ഉള്ളൂ. അത് ഇടതുപക്ഷത്തിനാണേലും വേണ്ടിവല്ല, വലതുപക്ഷത്തിനാണേലും വേണ്ടിവല്ല, അവരെ കരിവാരി തേക്കുന്നതിന് മുമ്പ് ചിന്തിക്കണം, ഈ ചെയ്യുന്നത് മഹാ കൊലപാതകമാണെന്ന്.